ഹല്ലേലൂയ. സന്തോഷം, നിങ്ങളുടെ സന്തോഷം എന്ത് ചെയ്യണം? ദീർഘമായി വ്യാപരിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 8ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഇന്നലകളിൽ ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിച്ചതാ, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു അസമാധാനം കയറി വന്ന് സന്തോഷത്തെ എടുത്തു മാറ്റിക്കളഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ, ഉപവസിക്കാൻ പോലും കഴിയാതെ, ആരാധിക്കാൻ പോലും കഴിയാതെ. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: കർത്താവിൻ്റെ മുൻപിൽ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ പ്രാർത്ഥനയെ, നിന്റെ ആരാധനയെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി നിൽപ്പുണ്ട്. ആമേ, ഞാൻ ആത്മാവിൽ ആ വെളിപ്പാട് ഇങ്ങനെ കാണുന്നു. ആമേ സ്തോത്രം. സന്തോഷത്തെ എടുത്തു കളയുന്ന ചില ആമേ സ്തോത്രം ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഇന്ന് രാത്രി സ്വർഗം തുടച്ചു മാറ്റുകയാ. കുടുംബതലങ്ങളിൽ ഒന്ന് ചിറകടിച്ച് ഉയർന്നു വരാൻ കഴിയാത്ത തലങ്ങൾ ഒരു ചിറകെടുക്കുമ്പോൾ മറുചിറകിനെ വെട്ടുന്നത് പോലെ, ആമേ സ്തോത്രം, ഒന്ന് ഉയരാൻ കഴിയാതെ, ഉയരാൻ വേണ്ടി മരുഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴലുന്നത് പോലെ, ആമേ സ്തോത്രം, എനിക്കൊന്ന് ഉയരണം, എനിക്കൊന്ന് സന്തോഷിക്കണം, എനിക്കൊന്ന് പ്രാപിക്കണം, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ നോക്കുമ്പോഴെല്ലാം മരുഭൂമിയുടെ അവസ്ഥ, ചുട്ടുപൊള്ളുന്ന മരുഭൂമി, എവിടെയൊക്കെയോ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകൾ, എവിടെയൊക്കെയോ തണൽ പോലും ഇല്ലാതെ നിൽക്കുന്ന ചില ഈന്തപ്പനകൾ, എവിടെയൊക്കെയോ നിൽക്കുന്ന ചില ആമേ സ്തോത്രം പ്രൈസ് ദി ലോർഡ്, ആമേ, ചില മുള്ളുകൾ, ചില പുറക്കാരകൾ, എവിടെയൊക്കെയോ, എവിടെ കാൽ വച്ചാലും എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെയെല്ലാം സന്തോഷമില്ലാത്ത അന്തരീക്ഷം. പക്ഷെ ഇന്ന് രാത്രിയിൽ നോക്കട്ടെ, ദൈവാത്മാവ് പറയുന്നു, നിന്റെ സന്തോഷത്തെ എവിടെ നിന്നാണോ തുടച്ചു മാറ്റിയത് അതിനകത്ത് സന്തോഷത്തെ തരുവാൻ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി നിങ്ങളിരിക്കുന്ന കുടുംബത്തിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ സന്തോഷിക്കാത്ത എനിക്കൊന്ന് മനസ്സിലാകുന്നുണ്ട്. ഞാൻ സന്തോഷത്തിന്റെ പിറകെ ഒന്ന് തിരിയാൻ നോക്കി ചില വർഷങ്ങൾക്ക് മുമ്പേ. എന്തെന്നറിയാമോ? ഞാൻ വിചാരിച്ചു ബ്രൗൺ ഷുഗറിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ സന്തോഷം കിട്ടും. ഹല്ലേലൂയ. എന്നാൽ കഞ്ചാവിൽ ആശ്രയിച്ചാൽ സന്തോഷം കിട്ടും, പട്ടച്ചാരയത്തിൽ ആശ്രയിച്ചാൽ സന്തോഷം കിട്ടും, ലഹരി ഹാഷിഷില് ആമേൻ സ്തോത്രം ആശ്രയിച്ചു കഴിഞ്ഞാൽ സന്തോഷം കിട്ടും, ആമേൻ സ്തോത്രം, ബ്രാൻഡിയോ വിസ്കിയോ ഏതിലെങ്കിലും ആശ്രയിച്ചാൽ ആമേൻ സന്തോഷം കിട്ടും എന്നൊക്കെ ഞാൻ ചിന്തിച്ച് ആമേൻ മുൻപിലോട്ട് പോയപ്പോൾ ഇതിലൊന്നിലും സന്തോഷം കിട്ടത്തില്ലെന്ന്. ഹല്ലേലൂയ. ഹാഷിഷ് ആമേൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 40 മിനിറ്റ് മാത്രമേ ഇതിന്റെ സന്തോഷമുള്ളൂ. ഹല്ലേലൂയ. കഞ്ചാവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ മാത്രമേ. ആമേൻ. ആകാശത്തിലുമല്ല ഭൂമിയിലുമല്ല ആരെന്ത് ചെയ്താലും ഒന്നും അറിയാൻ കഴിയാതെ ഒരു മന്ദബുദ്ധിയെ പോലെ സഞ്ചരിക്കുക, ഒരു പോഷ്കനെ പോലെ സഞ്ചരിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഏതിന്റെ പിന്നാലെ പോയിട്ടും സന്തോഷം കിട്ടിയിട്ടില്ല. ആമേൻ സ്തോത്ര. സിനിമാശാലയിൽ പോയാൽ സന്തോഷം കിട്ടുമോ എന്ന് നോക്കി അവിടെ പോയിരിക്കും. അവിടെ കുത്തിയിരുന്ന് 3 മണിക്കൂർ കഴിയുമ്പോൾ അതിലും സന്തോഷമില്ല. പിന്നെ ഇവിടെ പോയാൽ സന്തോഷം കിട്ടും. ഹല്ലേലൂയ. കൂട്ടുകാരുടെ കൂടെ ആമേൻ മറ്റു കാര്യത്തിലേക്ക് പോയാൽ സന്തോഷം കിട്ടുമോ? അവിടെയും സന്തോഷം കിട്ടത്തില്ല. 1-2 മണിക്കൂർ കഴിയുമ്പോൾ അവർ എന്നെ വിട്ട് മാറിപ്പോകും. ആമേൻ സ്തോത്രം. അല്ലെങ്കിൽ അപ്പുറത്ത് ചില സ്ഥലങ്ങളിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ സന്തോഷം കിട്ടുമോ? ആ പ്രതീക്ഷിക്കേണ്ട ദൈവഞ്ഞില്ലേ, അതും ചില മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ചീട്ട് കളിക്കാൻ പോയാലോ സന്തോഷം കിട്ടും. ഇല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ഒന്ന് ആമേൻ മീൻ പിടിക്കാൻ പോയാലോ സന്തോഷം കിട്ടുമോ? ഇല്ല, സന്തോഷം കിട്ടത്തില്ല. അവിടെ ഒന്നും കിട്ടത്തില്ല. പക്ഷെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയെന്നറിയാമോ? ഞാൻ പരിചയപ്പെടുത്തി തരാം. അത് കർത്താവിന്റെ സന്നിധി മാത്രമാണ്. ഹല്ലേലൂയ. വേറെ ഒരിടത്തും ഈ സമാധാനം കിട്ടത്തില്ല. ഈ സമാധാനം, ഈ സന്തോഷം എന്ന് പറയുന്നത് ഇത് നിത്യമായ ഒരു സന്തോഷമാണ്. അത് നമ്മുടെ മൺകൂടാരങ്ങളിൽ തമ്പുരാൻ പകർന്നിരിക്കുന്നത് നിത്യമായ സന്തോഷം. ഈ സന്തോഷത്തെ ആമേൻ പ്രൈസ് ദി ലോർഡ് തെസ്സലോനിക്ക സഭയ്ക്കകത്ത് പൗലോസ് അവരുടെ ഹൃദയത്തിൽ അതിനെ ഒന്ന് പതിപ്പിക്കുകയാണ്. സ്തോത്രം. ഒരു മേശിരി ഒരു ടൈൽസിനെ ഒരു ഭിത്തിയിൽ പതിപ്പിക്കുന്നത് പോലെ ഇളകാത്ത നിലയിൽ ഒന്ന് ഉറപ്പിച്ച്, ഒന്ന് പ്രസ് ചെയ്ത്, ഒന്ന് ബ്രീസ് ചെയ്യുന്നത് പോലെ ഈ ആമേ പൗലോസ് ആമേ സഭയ്ക്കകത്ത് ജനത്തിന്റെ ഹൃദയത്തിൽ ഓരോന്ന് പ്രസ് ചെയ്ത് ഒന്ന് ബ്രീസ് ചെയ്ത് വെച്ചു കൊടുത്തു. ഒരിക്കലും നിങ്ങളുടെ സന്തോഷത്തെ എടുത്തു കളയാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ അനുവദിച്ചു കഴിഞ്ഞാൽ ആ സന്തോഷം നിങ്ങളിൽ നിന്ന് എടുത്ത് എന്നേക്കുമായി ശത്രു പറവകൾ കൊത്തിപ്പറക്കിക്കൊണ്ടു പോകും എന്ന് പറഞ്ഞ് അവരെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആമേൻ സ്തോത്രം പൗലോസ് ഫിക്സ് ചെയ്ത് കൊടുപ്പാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞേ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് സന്തോഷത്തിന്റെ നാളങ്ങൾ എടുത്തു മാറ്റിക്കളയുന്ന ചില പൈശാചിക മണ്ഡലങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, അതിനെ ഇന്നേക്കുമായി ഞാൻ തുടച്ചു മാറ്റുന്ന ദൈവം
ചെയ്യുമെന്ന് ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക. സന്തോഷം നിന്റെ ജീവിതത്തിൽ ഒരു തീനാളം പോലെ കത്തിപ്പടരുന്ന ഒരു രാത്രിയാണെന്ന് പരിശുദ്ധാത്മാവ് ആരെ നോക്കി ദൂത് പറയുന്നു. ആമേ സ്തോത്രം. അടുത്തൊരു വേദാംശത്തിലേക്ക് വരുന്നു. ആമേ സ്തോത്ര. കൊലോസ്യർക്ക് ലേഖനം 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ അതിനകത്ത് 4-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാമോ? കൊലോസ്യർക്ക് ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഒരാളുടെ ശബ്ദമുയർത്തി. പ്രൈസ് ദി ലോർഡ് പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ കൊലോസ്യർക്ക് ലേഖനം പറയുന്നത് ഓരോരുത്തരോടും നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എന്ത് ചെയ്യണം? കൃപയോട് കൂടിയതും. പ്രൈസ് ദി ലോർഡ്. എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? കൃപയോട് കൂടിയതും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും കൃപയോട് കൂടിയ വാക്ക്, ഒരു മനുഷ്യനെ താങ്ങുന്ന വാക്ക്. ശ്രദ്ധിക്കാറുണ്ടോ? ഇതിനകത്ത് ഡോക്ടർമാരുണ്ടെന്ന് എനിക്കറിയത്തില്ല, നേഴ്സുമാരുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, ആമേൻ, ചാവാറായി കിടക്കുന്ന, ആമേൻ ഹാമേൻ, ഹാർട്ട് ആമേൻ തീർന്നിരിക്കുന്ന, ഇനി മുൻപിലോട്ടില്ല എന്ന് നമ്മൾ പറയും, പൾസ് ഒന്നും കിട്ടുന്നില്ല, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഡോക്ടർ ഓടി വന്ന് പറയും, നിങ്ങൾ ആരും കരയണ്ട, പേടിക്കണ്ട, ഒന്നും ചെയ്യണ്ട. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ ഇപ്പോൾ ചാടി എണീക്കും, ഹല്ലേലൂയ എന്ന് പറഞ്ഞാലേ ആമേ ചില നിമിഷം കഴിയുമ്പോഴേ, ഹല്ലേലൂയ, ഈ മനുഷ്യൻ മരിച്ചിട്ട് മണിക്കൂറുകളും മിനിറ്റുകളുമായി. പക്ഷേ അവിടെ അലമുറയിട്ട് നിന്നവരോട് പറയുക, നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട കേട്ടോ. ഈ മനുഷ്യൻ ഇപ്പോൾ നിങ്ങളോട് കഞ്ഞി ചോദിക്കും. ആമേൻ. നിങ്ങളോട് എന്ത് ചെയ്യും? കഞ്ഞി ചോദിക്കും. ആമേൻ. നമ്മളിവിടെ അടുത്ത കടയിൽ പോയി ചോറ്റുപാത്രവും വാങ്ങിക്കൊണ്ട് കഞ്ഞിയും വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അടുത്ത മറുപടി സന്തോഷമായി, എല്ലാവരുടെ മുഖത്ത് ചിരിയായി, ആമേ കണ്ണീരൊക്കെ തുടച്ചു, എല്ലാം റെഡിയായിരുന്നപ്പോൾ അടുത്ത വാക്ക്, ആമേൻ സ്തോത്രം, അദ്ദേഹം മരിച്ചിട്ട് 2 മിനിറ്റായി. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. ആദ്യം അവരെ ഒന്ന് ആശ്വസിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആദ്യം അവരെ ഒന്ന് ആശ്വസിപ്പിച്ചു. രണ്ടാമത് അവരോട് പറയുകയാണ്, അദ്ദേഹം മരിച്ചിട്ട് 2 മിനിറ്റായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ ഒരു വാക്കുണ്ടല്ലോ, മരണത്തിൻ്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ പുറത്തെടുക്കുന്ന വാക്കായിരിക്കട്ടെ. ഹല്ലേലൂയ. അത് എല്ലായ്പ്പോഴും കൃപയോട് കൂടിയ വാക്കായിരിക്കട്ടെ, സന്തോഷം കൊടുക്കുന്ന വാക്കായിരിക്കട്ടെ. നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട്, ആമേ കൃപയുടെ മറവിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, സമയം തക്കത്തിൽ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറത്തു വരുവാനുള്ള ആമേ ജ്ഞാനത്തോടെ പെരുമാറുവീൻ. എന്ത് ചെയ്യണം? ഒരു ജ്ഞാനം നമ്മുടെ മേൽ വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലായിടത്തും ബൈബിൾ വായിക്കാൻ കഴിയില്ല, എല്ലാ വേദപുസ്തകവും എല്ലായിടത്തും വായിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലായിടത്തും കയറി എല്ലാ ഇതിലും പ്രാർത്ഥിക്കാൻ കഴിയില്ല, എല്ലാ പ്രസംഗവും എല്ലായിടത്തും പറ്റില്ല. ഇന്ന് രാത്രി അങ്ങനെ ഒരു നിയമം പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കട്ടെ. ആമേൻ സ്തോത്രം. ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന, ആമേ എന്നെ കേൾക്കുന്ന, ആമേൻ ഞാൻ സ്നേഹിക്കുന്ന, ആമേ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ആമേ സ്തോത്രം വ്യക്തികള് നിങ്ങളോട് പറയുക, നിങ്ങളുടെ വാക്കുകൾ വളരെ കൃപയോട് കൂടിയതായിരിക്കട്ടെ. ശമനപരഗതുരി, അതൊരു മനുഷ്യനെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന വാക്കായിരിക്കട്ടെ, അതെപ്പോഴും സന്തോഷിപ്പിക്കുന്ന വാക്കായിരിക്കട്ടെ, അതെപ്പോഴും ഒരു മനുഷ്യനെ ഹല്ലേലൂയ നിത്യതയിലേക്ക് നടത്തുന്ന വാക്കായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, ആ വാക്ക് കൊലോസ്യർ സഭയ്ക്കകത്തേക്ക് ആ ലേഖനത്തിലേക്ക് എഴുതി പിടിപ്പിച്ചപ്പോൾ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ എങ്ങനെയായിരിക്കണം? ജ്ഞാനത്തോടെ പെരുമാറുവീൻ. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ജ്ഞാനത്തോടെ പെരുമാറുവീൻ. ഹല്ലേലൂയ. നമ്മുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഹല്ലേലൂയ, അത് ഏറ്റവും വിലപിടിപ്പുള്ള അഭിഷേകമാ. ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവന്റെ അഭിഷേകമാ. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ, ദൈവാത്മാവ് നമ്മോട് പറയുന്ന ആലോചന നോക്കിയേ. സന്തോഷത്തെ എടുത്തു കളയുന്ന സാത്താന്യ ശക്തികൾ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പണ്ടൊക്കെ ആമേ റൂമുകൾ, ആമേ ഒരു വീട്ടിലെ റൂമോ ഒരു റൂമോ രണ്ട് റൂമോ ആയിരിക്കും. ഇന്ന് ഒരു റൂമോ രണ്ട് റൂമോ ഒന്നും അല്ല. ആമേ, സ്തോത്രം. ഒരു വീട് വെക്കണമെങ്കിൽ അതിന് മാക്സിമം ബെഡ്റൂമുകൾ അങ്ങ് വാരി നിരത്തും. ഹല്ലേലൂയ, ആമേ. ചിലപ്പോൾ രണ്ടുപേരെ കാണത്തുള്ളൂ, ഭാര്യയും ഭർത്താവും മാത്രമേ കാണത്തുള്ളൂ. മക്കൾ എവിടെയെങ്കിലും ഓസ്ട്രേലിയയോ, ആമേ, സ്തോത്രം, മറ്റു രാജ്യങ്ങളോ ആയിരിക്കട്ടെ. പക്ഷെ ഞാൻ പറയട്ടെ, എന്താ രണ്ട് റൂമിന്റെ കാര്യം? അല്ലെങ്കിൽ എന്തിനാ ഇത്രയും ബെഡ്റൂമിന്റെ ആവശ്യം? ഹല്ലേലൂയ. അവരപ്പോഴേ പ്ലാൻ വരയ്ക്കുമ്പോഴേ ബുക്ക് ചെയ്യുക. ചേട്ടാ, അച്ചായ, ഈ ബെഡ്റൂം എനിക്കുള്ളതാ, ഏറ്റവും അങ്ങ് മൂല അറ്റത്തുള്ളത്. ഏട്ടനുള്ളത് ഇങ്ങറ്റത്ത്, വടക്ക് നിനക്കും തെക്ക് ആമേ എനിക്കും. അങ്ങനെ ഉള്ളതല്ലേ ഇന്ന് ആമേ, സ്തോത്രം, ആമേ, ഡൈനിങ് ടേബിളൊക്കെ ആമേ ഡൈനിങ് ഹാളിൽ ഒഴിഞ്ഞു കിടക്കുകയാ. സ്തോത്രം. അതിലിരുന്ന് ആഹാരം കഴിക്കാനോ സന്തോഷിക്കുവാനോ ആമേ ഇന്ന് ജനമില്ല. ഓരോരുത്തരും ഓരോ റൂമിലകത്തേക്ക് സന്തോഷിക്കുകയാ. എന്തെന്നറിയാമോ? ഹല്ലേലൂയ, ആമേൻ, ആമേ. ആധുനിക സംവിധാനങ്ങൾ, ആമേ, സ്തോത്രം, പിതാവിന്റെ സന്തോഷം, ആമേൻ, കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാതെ, മാതാവിന്റെ സന്തോഷം കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുന്നു. ദൈവജനമേ, ഇത് പോരാ. ഹല്ലേലൂയ. രണ്ട് ബെഡ്റൂമിൽ കിടക്കുന്നതിനെ ഒറ്റ ബെഡ്റൂമിൽ കൊണ്ടുവരാൻ ഒരു സന്തോഷം നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി അത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. പലപ്പോഴും മാറിക്കിടക്കുന്ന അനുഭവങ്ങൾ, പലപ്പോഴും ഹല്ലേലൂയ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഇതെവിടെ നിന്ന് കയറി വന്നു? ആദിമ നൂറ്റാണ്ടിൽ പിതാക്കന്മാർ മുഴങ്കാലിൽ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, സന്ധ്യാരാധനകൾ. ഇന്നത് നിന്നുപോയി, തീർന്നില്ല. ആമേ, കാത്തിരിപ്പുകൾ ഉണ്ടായിരുന്നു, അതിന്നില്ല. പ്രഭാത പ്രാർത്ഥന ഉണ്ടായിരുന്നു, അതുമില്ല. എല്ലാം ശത്രു ഒന്നൊന്നായിട്ട് ആമേ, സ്തോത്രം, മാറ്റുമ്പോൾ അതിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരികയാ. ആമേൻ. നാം എവിടെന്നാ ഇറങ്ങി വന്നത്? നാം എവിടെന്നാ ഇറങ്ങിയത്? ആരെ നോക്കിയാ ഇറങ്ങിയത്? ആരെ നോക്കിയാ നാം മുമ്പിലോട്ട് യാത്ര ചെയ്യുന്നത്? എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ആമേൻ, നാം ബിഗ് സീറോ എന്ന് എപ്പോൾ സമർപ്പിക്കുമോ അപ്പോൾ നമ്മളിൽ പകരുന്ന ഒരു ആത്മീക അഭിഷേകമുണ്ട്. നാം ആരുമല്ല. ഒരു മനുഷ്യൻ നിവർന്നു നിന്നാൽ ഒരു ശ്വാസമത്രേ ഈ ഉദരത്തിനകത്ത് കിടക്കുന്ന ആമേൻ ഈ ഡേഷ് ഉണ്ടല്ലോ, ഒരു 3 പ്രാവശ്യം അടിച്ചു കലക്കി പുറത്തേക്ക് പോയാൽ നിവർന്നു നിൽക്കാൻ കഴിയാത്ത മനുഷ്യനാണ് നാം. പക്ഷെ അതിനകത്തും സൂക്ഷിപ്പാൻ ആമേൻ ഒരു ദൈവം സർവശക്തനാണ്. ആ ദൈവത്തെ ആരാധിപ്പാൻ, ഒന്ന് മുഴങ്കാൽ മടക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ, ഇന്നൊരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ, ആമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അത് പഴഞ്ചൊല്ലായി മാറിയതല്ല. പക്ഷേ ആമേ, പഴയ നിയമ ചരിത്രം പഠിക്കുമ്പോൾ ആമേ, മോശ ചെങ്കടലിനെ വിഭാഗിച്ചു. ആമേൻ. പ്രാർത്ഥിച്ചവൻ പ്രാർത്ഥിക്കുമ്പോൾ ചെങ്കടൽ വിഭാഗിക്കപ്പെടും. കണ്ണീരോടെ നിൽക്കുന്ന ജനം, മാറത്തടിക്കുന്ന മോശ, ആമേ, ഒറ്റപ്പെട നടുവിൽ നിൽക്കുന്ന മോശ, അഹരോൻ മാറി എന്ന് പരിഹസിക്കുമ്പോൾ ആമേൽ മറ്റു സൈന്യങ്ങൾ മാറി നിന്ന് ആമേ മോശയെ പരിഹസിക്കുമ്പോൾ, കല്ലെറിയുമ്പോൾ മോശ സ്വർഗത്തിലേക്ക് നോക്കി. എന്നെ കേൾക്കുന്ന മോശമാരെ, സ്വർഗത്തിലേക്ക് നോക്കി. പക്ഷേ മോശയുടെ ദൈവം പറഞ്ഞു, നീ എന്തിനാടാ നിലവിളിക്കുന്നത്? നിന്റെ സന്തോഷം എന്താ? എടുത്തു മാറ്റിക്കളഞ്ഞു. ആമേ, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? ഇത് വടിയാ. ഈ വടി നീ വിശ്വാസത്തോടെ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ ചെങ്കടലിലേക്ക് നീട്ടടാ. ആമേ, ഇന്ന് രാത്രിയിൽ നിന്നിലിരിക്കുന്ന കൃപാവരമുണ്ടല്ലോ, അത് ഏറ്റവും വലുതാ കേട്ടോ ദൈവ പൈതലേ. അത് ഇന്ന് രാത്രിയിൽ ചില തുറുങ്കിനെ തുറന്ന് പുറത്തു കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് കഴിയും. ഉടവനരഗത ശബനപരഗതുരി, അത് കഴിയും കേട്ടോ. ഈ രാത്രി ആരോടൊക്കെ പറയുന്നു. പക്ഷെ ഒരു കാര്യം കേട്ടോ, പ്രാർത്ഥിക്കുന്ന മോശ ആമേ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ 2750 അടികം ആമേ താഴ്ചയുള്ള ചെങ്കടൽ രണ്ടായി പിളർന്ന് ആമേ വലിയ വൻമതിലായി നിന്നിട്ട് അകത്തളങ്ങളിൽ കൂടെ ഉണങ്ങിയ നിലമാക്കി തന്റെ ജനത്തെ അപ്പുറം കടത്തി. എന്നാൽ ആ പ്രാർത്ഥിച്ചവൻ ആമേ പ്രാർത്ഥിച്ചപ്പോൾ ആമേ സ്തോത്രം ചെങ്കടൽ തുറന്നതുപോലെ, എന്നാൽ പ്രാർത്ഥിക്കാത്ത ഫറവോൻ അതുവഴി ഇറങ്ങി വരികയാ.
ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഭാര്യയുടെ മറവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരെ, ഞാൻ ബഹുമാനിക്കുന്ന ജ്യേഷ്ഠന്മാരെ, ആമേൻ, നിങ്ങൾ ഭാര്യയുടെ പ്രാർത്ഥനയുടെ മറവിലായിരിക്കരുത്. അവൾ പ്രാർത്ഥിക്കട്ടെ, അവൾ ഉപവസിക്കട്ടെ. എനിക്കെന്താ കാര്യം? എനിക്ക് 3 നേരം ഭക്ഷണം വേണം, ഞാൻ ഉപവസിക്കില്ല, എനിക്ക് വേണ്ട, എനിക്കതിന്റെ ആവശ്യമില്ല. പക്ഷെ കണക്ക് പറയേണ്ട ഒരു ദിവസം വരാൻ പോകുന്നു. ആമേൻ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരാൻ പോകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരാൻ പോകുന്നു. ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയോട് പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഈ വീട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തെന്ത് നടക്കുന്ന എനിക്കറിയത്തില്ല. പക്ഷെ ഇതോടെ ഈ ഇലക്ട്രിസിറ്റി ഇതോടെ ഈ ഭൂമിക്കടിയിലേക്ക് താന്നു പോയാൽ ഞാൻ പ്രസംഗിക്കുന്ന എവിടെ ഇരുന്നറിയാമോ? ഭൂമിക്കടിയിലിരുന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഭൂമിക്കടിയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ അറിയുന്നില്ല എന്താ സംഭവിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന ഭൂമി ഉണ്ടല്ലോ, ഭൂമി മലയാളത്തിൽ പഠിക്കരുത് കേട്ടോ. ഭൂമിശാസ്ത്രം നിങ്ങൾ പഠിക്കണം, ബൈബിളിലേക്ക് നിങ്ങൾ വരണം. ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ ഭൂമണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഒരു മുട്ട പോലെയാ. ഇതിന്റെ മുമ്പിലിരിക്കുന്ന ആ പുറന്തോടുണ്ടല്ലോ, നാം ഇന്ന് ആമേ JCB കൊണ്ടും വലിയ ആമേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മിഷേന് കൊണ്ടും ആമേ തുറന്ന് ഇറക്കുന്ന അടുത്ത മുട്ടയും ആമേ മുട്ടത്തോടും മഞ്ഞക്കരുവും വെള്ളക്കരുവുമായി തിരിച്ചിരിക്കുന്ന ഒരു പാടയുണ്ട്. അത് വളരെ നൈസായിരിക്കും. ആ പാടയിൽ തട്ടുമ്പോഴാണ് പറയുന്നത് പാറ അടുത്തു. ഹല്ലേലൂയ. അത് എത്ര തിക്നെസ് ഉണ്ടെന്നറിയാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഭൂമിശാസ്ത്രം നിങ്ങൾ പഠിക്കൂ, വേദപുസ്തകത്തിലേക്ക് നിങ്ങൾ വരൂ. ആമേ, ചില മണിക്കൂറുകൾ തുറന്നിട്ട് പറയുകയാണ്, അതേ പാറയിൽ തട്ടി ഈ പാറ പൊട്ടണം. ഇത് പൊട്ടുമ്പോഴാണ് വെള്ളം പുറത്തിയാടുന്നത്. ആമേ, അത് ഏതാ? അവ മുട്ടയുടെ വെള്ളക്കരു. അതേ വെള്ളം പുറത്തിയാടി പിന്നെയും പറയുക, പിന്നെയും കുഴിക്ക്. അപ്പോഴാണ് വെള്ളം ചീത്തയായി വരുന്നത്, മഞ്ഞ കളറിൽ വരും. അതാണ് പറയുന്നത്, കുഴിക്കാൻ അറിയാത്തവൻ കുഴിച്ചാൽ അതിനകത്ത് വരുന്ന വെള്ളം കുടിക്കാൻ കഴിയത്തില്ല, ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഇന്നും അനേക സഹോദരങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാ ഭൂമിയെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഭൂമിക്കടിയിൽ ഈ ഭൂമിയെക്കാളും ചന്ദ്രനെക്കാളും 10 മടങ്ങ് വലിപ്പമുള്ള പാറകൾ ഈ ഭൂമിക്കടിയിലുണ്ട്. ഇത് എന്നാണോ പൈലിംഗ് ഈ ഭൂമിയിൽ വന്ന് ഉറക്കിണറുകൾ വന്നു തുടങ്ങിയോ അന്ന് ഇതിന് ക്ഷതമേറ്റു. അതാണ് ഭൂകമ്പങ്ങളും ആമേ പ്രൈസ് ഉരുൾപൊട്ടലുകളും വന്നു തുടങ്ങി. ആമേ, പഠിക്കൂ. ആമേ, മുമ്പിലോട്ട് വരൂ. മുല്ലപ്പെരിയാറിന്റെ ആമേ സ്തോത്രം ഡാമിന്റെ പാലം നിൽക്കുന്ന എവിടെയാ? പാറയുടെ പുറത്താ. അതിനകത്താ കമ്പി കിലോമീറ്റർ താഴെ കുഴിച്ചു നിർത്തിയിട്ട് അതിന്റെ മുകളിലാണ് ഡാമിന്റെ ആമേ ഹല്ലേലൂയ മതിൽ കെട്ടിയിരിക്കുന്നത്. ഈ പാറ ഇങ്ങനെ കിടക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഇതിൽ തുറക്കുമ്പോൾ ക്ഷതം വീഴും, കുറച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ വെള്ളൽ വീഴും. എവിടെയൊക്കെയോ ലീക്ക് വരുന്നുണ്ട്. ആൾക്കാർ പറയുന്നു ചില മിനിറ്റ് കഴിയുമ്പോൾ ഈ പ്രപഞ്ചം മൊത്തവും തീരാൻ പോകുകയാ. ആമേ എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഭാര്യയുടെ മറവിൽ പ്രാർത്ഥിക്കുന്ന ആമേ സ്തോത്രം ഹല്ലേലൂയ ആത്മീക വ്യക്തിയെ, ഈ രാത്രി നിങ്ങളോട് ദൂത് പറയുന്നത്, നിങ്ങൾ ഭാര്യ ഉപവസിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞിരുന്നാലേ മോശ പ്രാർത്ഥിച്ചപ്പോൾ ചെങ്കടൽ തുറന്നത്. അതിന്റെ തണലിരുന്നു കൊണ്ട് എനിക്ക് ഉപവസിക്കണ്ട, പ്രാർത്ഥിക്കണ്ട, ഞാൻ ആ നദിയിൽ കൂടെ മറുകര കടക്കുമെന്ന് പറഞ്ഞ് മുൻപിലോട്ട് പോയ ഒരു മനുഷ്യൻ പോലും മറുകര കടന്നിട്ടില്ല. തീരുമാനമെടുക്ക്. ഇന്ന് രാത്രി തീരുമാനമെടുക്ക്. ഈ സ്ക്രീനകത്തിരിക്കുന്ന ചില സഹോദരന്മാരോട് ദൈവാത്മാവിനോട് സംസാരിക്കുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ തീരുമാനമെടുക്ക്. ഞാൻ പ്രാർത്ഥിക്കും. എന്റെ ഭാര്യയല്ല ദൈവം എന്നെ വിളിച്ചത് ദൈവമാ. ഓ പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവമുമ്പിൽ മണിക്കൂർ മുട്ടുമടക്കും. എന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ മുട്ടുമടക്കും. എന്റെ ഉപജീവന വഴിക്ക് വേണ്ടി മുട്ടുമടക്കും. എന്റെ ആരോഗ്യത്തിന് വേണ്ടി, എന്റെ ഭാര്യയുടെ നിലനിൽപ്പിന് വേണ്ടി, എന്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറയാൻ എത്ര പേരുണ്ട്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, സ്തോത്രം. ദൈവപൈതലേ, ഇന്ന് രാത്രിയിൽ അടുത്തൊരു വേദാംശത്തിലേക്ക് നമുക്ക് വരാമോ? ഹല്ലേലൂയ. സഭാപ്രസംഗിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, സഭാപ്രസംഗി 9-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, 9-ാമത്തെ അധ്യായം, സഭാപ്രസംഗി 9-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവിടെ ആമേ 9-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്താ അവിടെ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ സന്തോഷത്തിന്റെയും ജയത്തിന്റെയും ഒരു ആനന്ദ തൈലമാണ് ഇവിടെ അവൻ സഭാപ്രസംഗി ശലോമോൻ വിളിച്ചു പറയും. എല്ലായ്പ്പോഴും എപ്പോഴും എന്ത് ചെയ്യണം? ദൈവപൈതലെ തല എന്ത് കുറയാൻ പാടില്ല? എണ്ണ കുറയാൻ പാടില്ല. അഭിഷേകത്തിന്റെ എണ്ണ കുറയാൻ പാടില്ല. എല്ലായ്പ്പോഴും നിന്റെ തലയിൽ എന്തുണ്ടായിരിക്കണം? എണ്ണ ഉണ്ടായിരിക്കണം. ഏതെണ്ണ? അഭിഷേകത്തിന്റെ തൈലം നിന്റെ തലയിൽ ഉണ്ടായിരിക്കണം. ഇന്ന് രാത്രി ദൈവപൈതലെ ദാവീദിനെ അഭിഷേകം ചെയ്ത് പുറത്തെടുത്തു. അന്ന് വരെ പതിയിട്ട് കിടന്ന ശത്രു മാളത്തിൽ നിന്ന് പുറത്തു ചാടി. പ്രൈസ് ദി ലോർഡ്. 1 ശൗൽ, 2 ഗോലിയാത്ത്. നിന്റെ തലയിൽ എപ്പോഴാണോ അഭിഷേക തൈലം വീണത് അപ്പോൾ കൂട്ടുകാർ പുറത്തു ചാടി. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ദാവീദ് അതുവരെ കൂട്ടുകാരില്ലായിരുന്നു. സ്തോത്രം. പിന്നെ എന്റെ തലയിൽ എപ്പോഴും അഭിഷേക തൈലം വീണോ അപ്പോൾ പറയും, നമുക്കൊന്ന് 100 അടിച്ചാൽ എന്ത്? എന്നാ 1 ചോറ് വാങ്ങിച്ചു തരൂ? അത് വാങ്ങിച്ചു തരത്തില്ല. എല്ലാം വന്ന് ചുറ്റി വളയും, തേനീച്ച വളയുന്നത് പോലെ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മൾ പ്രാപിച്ച അഭിഷേകം ഉണ്ടല്ലോ, ലോകത്തെ ജയിച്ചവന്റെ അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. നാം പ്രാപിച്ച അഭിഷേകമുണ്ടല്ലോ, ലോകത്തെ ജയിച്ചവന്റെ അഭിഷേകമാണ്. അതേ അച്ചായ, നാം പ്രാപിച്ച അഭിഷേകം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ പറഞ്ഞു പ്രാപിച്ചതല്ല നമ്മൾ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം. എന്നേക്കാൾ തഴക്കവും പഴക്കവുമുള്ള, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, റോയ് ഫിലിപ്പ് പാസ്റ്റർ തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാം പ്രാപിച്ച അഭിഷേകം എന്താ? ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത അഭിഷേകം. നാം പ്രാപിച്ച അഭിഷേകത്തെ ആർക്കും എടുത്തു മാറ്റാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആർക്കും അതിനെ തടയാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു മന്ത്രവാദിക്ക് നിന്റെ അഭിഷേകത്തെ ആമേൻ നശിപ്പിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. എല്ലായ്പ്പോഴും എപ്പോ നോക്കിയാലും അഭിഷക്തനായിരിക്കണം. ആ സ്റ്റാൻഡിൽ നിന്ന് താഴെ ഇറങ്ങരുത്, അതിൽ തന്നെ നീ നിൽക്കണം. ദൈവം നിന്നെ നിർത്തിയ സ്റ്റാൻഡുണ്ട്, അതിൽ നീ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ സ്റ്റെപ്പായി ഉയർത്താൻ പരിശുദ്ധാത്മാവ് ശക്തമാണ്. തന്നേക്കാൾ താൻ ശ്രേഷ്ഠനെന്ന് എണ്ണിയാൽ ഇന്ന് രാത്രി നിന്റെ തലമേലിരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, അത് ഇന്ന് രാത്രി ചില കുടുംബത്തിലേക്ക് ഒരു ആശ്വാസത്തിന്റെയും ഒരു സന്തോഷത്തിന്റെയും ഒരു ആനന്ദത്തിന്റെയും ഒരു അഭിഷേക തൈലമായിരിക്കും ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഈ അഭിഷേകമുണ്ടല്ലോ ആരെയും തകർക്കുന്നതല്ല, ഈ അഭിഷേകമുണ്ടല്ലോ ആരെയും കുതിർക്കുന്നതല്ല, ഈ അഭിഷേകമുണ്ടല്ലോ ആരെയും മാറ്റി നിർത്തുന്നതല്ല, എല്ലാവരും ചേർത്ത് പിടിക്കുന്നത് ആ അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകൽക്കാലം ഒരു സംഭവം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ആവശ്യമായിട്ട് പോയിട്ട് ടൗണിൽ നിന്ന് ഇറങ്ങുമ്പോൾ, സ്തോത്രം, ഒരു അമ്മ എൻ്റെ അടുത്തൊന്ന് എനിക്ക് എന്തെങ്കിലും തരണം, എനിക്ക് ആഹാരം കഴിക്കാൻ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനും ഒന്നും കഴിച്ചില്ല. വാസ്തവം, ഞാനും ഒന്നും കഴിച്ചില്ല അമ്മ. അപ്പൊ പറയാ, ആമേ, നിങ്ങളെ കണ്ടപ്പോൾ കഴിച്ചില്ലെന്ന് തോന്നുന്നില്ല. അത് ശരിയാ, സ്തോത്രം. നമ്മൾ ഒറ്റ ആഹാരോ, ഞാനും ഒന്നും കഴിച്ചില്ല. അപ്പൊ പറയാ, ഞാൻ ഇന്നലെ കഴിച്ചില്ല അമ്മ പറയുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിച്ചാലോ? അത് വേണ്ട, ഒരുമിച്ച് കഴിക്കണ്ട. ആമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്തെങ്കിലും തന്നാ മതി. പ്രൈസ് ദി ലോർഡ്. ഞാനാണെങ്കിൽ പൈസ കൊടുക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടാ, ആഹാരം വാങ്ങിച്ചു കൊടുക്കും. ആമേൻ. ഞാൻ ഒരു കാര്യം ചെയ്യാം അമ്മ, ഒരു കാര്യം ചെയ്യണം, ആ കടയിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുള്ളത് വാങ്ങിക്കോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർക്ക് ആഹാരം വേണ്ട. അപ്പൊ ആഹാരത്തിന്റെ കാര്യമല്ലേ, ആഹാരത്തിന്റെ കാര്യമല്ലേ അവിടെ അവർക്ക് പൈസ മാത്രം മതി. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ആ വിശക്കുന്നവന് വേണ്ടത് ആഹാരമാ. ഞാൻ പ്രാർത്ഥിക്കാന്ന് പറയരുത്. ആമേൻ. വിശക്കുന്നവന് ആഹാരം വേണം. പ്രൈസ് ദി ലോർഡ്. പൈസ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാന്ന് പറയരുത്, ഉള്ളത് കൊടുക്കുക. സ്തോത്രം പറ. ഹല്ലേലൂയ. അതാണ് അഭിഷേകത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, വിശക്കുന്നവൻ ആഹാരമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവം നിനക്ക് വേണ്ടി വഴികൾ തുറക്കും. അഭിഷേകം നിന്റെ തലയിൽ ഇരിക്കുന്നതുകൊണ്ട് നിൽക്കുന്ന നിപ്പിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി പറയാൻ പറ്റുമോ, എന്റെ കർത്താവ് എന്നെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഒരു പുത്തൻ അഭിഷേകത്തോടെ നിറയ്ക്കാൻ പോകുന്നു. 8ാമത്തെ രാത്രി കഴിഞ്ഞ ദിനരാത്രികളിൽ എന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ ദിനരാത്രികളിൽ
ഞാൻ ഒറ്റപ്പെട്ടു പോയി. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പേ എന്നെ ആരൊക്കെ ഒറ്റപ്പെടുത്തി, എന്നെ കുറ്റപ്പെടുത്തി, എന്നെ മാറ്റി നിർത്തി. ഞാൻ ഒരു വേട്ടപ്പക്ഷിയെ പോലെ എവിടെ അന്തി ഉറങ്ങണം, എവിടെ രാപ്പാർക്കണം, ഒരു രാക്കിളിയെ പോലെ ഓടി അണഞ്ഞ ചില വ്യക്തികൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നീ ഒരു രാക്കിളിയെ പോലെ ഓടിയ ദിനരാത്രികൾ ദൈവാത്മാവ് നിന്നെ കാണുന്നു ദൈവപൈതലേ. പക്ഷെ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് ഉടഞ്ഞു കിടക്കുന്ന ചില പാളികളെ ചേർത്ത് പണിയുന്ന ഒരു സ്വർഗം ഈ രാത്രി ഈ മീറ്റിംഗിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ശബലപരഗതുനി വൈഡകരാജകൽക്കനാദി അന്തൽക്കവനപരഗത ശമനപരഗതുനി. ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവാത്മാവ് പറയുന്നു, സന്തോഷം നഷ്ടപ്പെട്ടു, സന്തോഷം നഷ്ടപ്പെട്ടു, ആമേൻ സ്തോത്രം, അഭിഷേക തൈലം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ദൈവമൈതലേ നീ പേടിക്കണ്ട കേട്ടോ. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയായി തരുവാൻ എന്റെ കർത്താവ് സർവശക്തനെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. ഈ 8ാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ചിലരെ കുടുംബത്തിനകത്ത് നഷ്ടപ്പെട്ടുപോയ സന്തോഷത്തെ, നഷ്ടപ്പെട്ടുപോയ സമാധാനത്തെ, നഷ്ടപ്പെട്ടുപോയ ചില നന്മകളെ, നഷ്ടപ്പെട്ടുപോയെന്ന് നീ പറയുന്ന ചില തലമുറകളെ ഞാൻ മടക്കി തരുന്ന ഒരു രാത്രിയെന്ന്, നഷ്ടപ്പെട്ടുപോയ നിന്റെ ഭർത്താവിനെ മടക്കിത്തരുന്ന രാത്രിയെന്ന്, നഷ്ടപ്പെട്ടുപോയ നിന്റെ ഭാര്യയെ മടക്കിത്തരുന്ന രാത്രിയെന്ന്, നഷ്ടപ്പെട്ടുപോയ നിന്റെ സഹോദരനെ മടക്കിത്തരുന്ന രാത്രിയെന്ന്, നഷ്ടപ്പെട്ടുപോയ നിന്റെ സഹോദരിയെ മടക്കിത്തരുന്ന രാത്രിയെന്ന്. പരദേശിയായും രാക്ലിയെ പോലെ പറന്നു കിടക്കാനല്ല കർത്താവ് വിളിച്ചത്. ആമേൻ. അഭിഷേകത്തോടെ തിരിച്ചു കൊണ്ടുവരുവാൻ സ്വർഗം ഈ 21 days കഴിയും മുമ്പേ ചില കുടുംബത്തിനകത്ത് ദൈവമഹത്വം വെളിപ്പെടും. ഉടബനരഗത ശബനപരഗതുരി അതുരാരകൽക്കന ജൂഡപരം ധനാകര. യേശുവിന്റെ നാമത്തിൽ എവിടെയൊക്കെയോ ദൈവാത്മാവ് തൊടുകയാ, ആരുടെയൊക്കെ കുടുംബത്തിൽ തൊടുകയാ. നഷ്ടപ്പെട്ടു പോയ നിന്റെ ഭർത്താവിന്റെ സ്നേഹം, കർത്തദാസി, നിങ്ങൾക്ക് ദൈവം കഴിഞ്ഞ നാളുകളിൽ ചില വർഷങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ഭർത്താവിന്റെ സ്നേഹമുണ്ടല്ലോ, ഇരട്ടി ഇരട്ടി മടങ്ങായി തമ്പുരാൻ തരാൻ പോകുകയാ. നിന്നെ ഒറ്റപ്പെടുത്തിയത്, നിന്റെ പ്രാർത്ഥനക്കാരി എന്ന് വിളിച്ചത്, നിന്നെ മാറ്റി നിർത്തിയ സ്തോത്രം കർത്താവിന്റെ ദാസനെ, നിന്റെ ഭാര്യയെ നീ മാറ്റി നിർത്തി, നിന്റെ ഭാര്യയെ നീ സംശയിച്ചു, നിന്റെ ഭാര്യ സ്തോത്രക്കാരി എന്ന് പറഞ്ഞു, നിന്റെ ഭാര്യയെ നീ മാറ്റി അവഗണിച്ചൊരു സൈഡിൽ ഒതുക്കിയപ്പോൾ ദൈവാത്മാവ് രാത്രി പറയുന്നു, യോസേപ്പേ നീ ഒതുക്കരുത്, ഒതുക്കരുത്, നീ ഒതുക്കരുത് യോസേപ്പേ, നീ ഒതുക്കരുത്. അത് എന്റെ ജ്ഞാനദൃഷ്ടിയിൽ ഉരുവായ സന്തതിയാണത്. നീ ഒതുക്കിക്കളയരുത്, നീ അവളെ പഴിക്കരുത്, നീ അവളെ ഉപേക്ഷപത്രം എഴുതി വെക്കരുത്, നീ അവളെ ഉപേക്ഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, നഷ്ടപ്പെട്ടു പോയ ചിലതിനെ തിരിച്ചു മടക്കി തരുന്നൊരു സ്വർഗം ഈ രാത്രി ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. ആമേൻ. നിയമപെട്ടകത്തിന്റെ മുകളിൽ കെരൂബുകൾ നിന്നതുപോലെ, അതെ ഇന്ന് രാത്രിയിൽ നിയമപെട്ടകത്തിന്റെ മുകളിൽ കെരൂബുകൾ നിന്നതുപോലെ കൃപാസനത്തെ മൂടി നിൽക്കുന്ന കെരൂബുകളും തേജസ്സുകളും ഇന്ന് രാത്രി ഏതൊക്കെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില തേജസ്സുകളെ മടക്കി തരുന്ന രാത്രിയെന്ന് ഇന്ന് രാത്രി തമ്പുരാൻ വിളിച്ചു പറയുന്നു. ഏതൊക്കെയോ ദൈവാത്മാവിൽ ഏതൊക്കെയോ അഭിഷക്തന്മാർ ഇതിനകത്ത് വളരെ വേദനയോടെ ഇരിക്കുന്നു. എനിക്ക് എല്ലാവരെയും കാണാൻ കഴിയുന്നില്ല, ഞാൻ കാണുന്ന വെറും 6 പേരെ മാത്രമാണ്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഡിവേഴ്സ് അങ്ങോട്ടും നീക്കാൻ ഞാൻ നീക്കി പോകുന്നില്ല. ഇന്ന് രാത്രി ഞാൻ പറയുക, ഇതിനകത്ത് ആരൊക്കെയോ നിലവിളിയോടെ ഇരിപ്പുണ്ട്, ഇതിനകത്ത് ആരൊക്കെയോ കണ്ണീരോടെ ഇരിപ്പുണ്ട്. അവഗണിച്ച് കട്ടിലിൽ നിന്ന് ഇറക്കി വിട്ട രാത്രികൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഏതൊക്കെയോ കുടുംബത്തെ ഒറ്റപ്പെടുത്തിയത് ഈ അഭിഷേകത്തിന്റെ മറവിലാണെങ്കിൽ, നിന്നെ തുച്ഛീകരിച്ചത് ഈ അഭിഷേകത്തിന്റെ മറവിലാണെങ്കിൽ, നിന്നെ മാറ്റി നിർത്തി അവഗണിച്ചത് ഈ അഭിഷേകത്തിന്റെ മറവിലാണെങ്കിൽ, പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മേൽ ഇന്ന് രാത്രിയിൽ യോസേപ്പിനോട് സംസാരിച്ച ദൈവത്തിന്റെ ദൂതൻ നിന്റെ ഭർത്താവിന്റെ മുറിക്കകത്ത് ഇറങ്ങാൻ പോകുകയാ. നീ കണ്ണീര് ഭക്ഷണമായി മാറ്റി നിർത്തിയ രാത്രികൾ, ഹല്ലേലൂയ, നീ ഒന്ന് ചത്തു കിട്ടിയാൽ എന്ന് പറഞ്ഞ രാത്രികൾ, നീ ഒന്ന് തീർന്നു കിട്ടിയാൽ എന്ന് പറഞ്ഞ രാത്രികൾ, സ്തോത്ര, നിന്നെ കൊല്ലുവാൻ സ്തോത്രം ആരോടൊക്കെയോ പണങ്ങൾ ചോദിച്ചു വാങ്ങിച്ച രാത്രികൾ ദൈവാത്മാവനെ കാണിക്കുന്നു. ഇല്ല ഇല്ല, നിന്നെ കൊല്ലത്തില്ല കേട്ടോ, നിന്നെ കൊല്ലത്തില്ല കേട്ടോ മാതാവേ. നിന്റെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നീ വനാന്തരത്തിൽ ഒളിച്ചിരുന്ന രാത്രികൾ, നീ കുഞ്ഞിനെ എങ്ങനെ പോറ്റുമെന്ന് പറഞ്ഞ് നിലവിളിച്ച രാത്രികൾ പരിശുദ്ധ
പരിശുദ്ധാത്മാവിന്ന് രാത്രി ഏതൊക്കെയോ കുടുംബത്തോടുന്ന് രാത്രി ദൈവാത്മാ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ കരഞ്ഞതിനും അധ്വാനിച്ചതിനും നീണ്ട ചില വർഷങ്ങൾ നീ അനുഭവിച്ച എങ്ങനെയോ തലമുറകൾ ജനിച്ചു. എനിക്കറിയത്തില്ല, തലമുറകൾ ജനിച്ചു. പക്ഷെ അതിലേക്ക് എങ്ങനെ വളർത്തുമെന്ന് അറിയാതെ ചുറ്റിപ്പറ്റി വട്ടം കറക്കുന്ന കഴുകനെ പോലെ ഉടവാ രബല രഗതനെ അതുരാ രഗൽക്കന ജൂഡമന രഗൽക്കനാദി. ഈ 8ാമത്തെ ദിവസം ദൈവം പറയുന്നു, ആമേ സ്തോത്ര, കൃപയെന്ന് ആർത്തുപാടി ആണിക്കല്ല് കയറ്റേണ്ട രാത്രി എന്ന് സ്വർഗത്തിലെ ദൈവം ഏതൊക്കെയോ കുടുംബത്തെ നോക്കി ദൈവാത്മ പറയുന്നു, നിന്റെ ഇന്നലകളെ നീ മറക്ക്. ഉടവാ രബല രഗൽക്കനാദി. ഷേർലി കർത്താവിന്റെ അഭിഷേകത്തെ ഹല്ലേലൂയ. ആമേ, നിങ്ങളുടെ ഇന്നലകൾ മറക്ക്. ആമേ, ഇന്നലകളെ വേദനകൾ മറക്ക്. ആമേ, ഇതാ ഇപ്പോൾ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നലകൾ മറന്നേ. ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, അതൊന്ന് മറന്നേ. ആമേ, ആമേ പാസ്റ്ററെ, എങ്ങനെ എനിക്ക് മറക്കാൻ കഴിയും? ഞാൻ അനുഭവിച്ച വേദനകൾ, ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എങ്ങനെ മറക്കാൻ കഴിയും? ആമേ. എന്നാൽ ദൈവം പറയുന്നു, ആ കുടുംബത്തെ നോക്കി പറയുന്നു, ഒന്ന് മറക്കാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പൈമ്പൽ ധരിച്ച് ദൈവാത്മാവിന്റെ കരം ആ കുടുംബത്തിലേക്ക് വെളിപ്പെട്ട് ആത്മാവിന്റെ സാന്നിധ്യത്തെ നിറയപ്പെടുന്ന രാത്രികൾ വിദൂരമല്ല കേട്ടോ. തലമുറയിൽ ആമേ സ്തോത്രം, ചിലതിനെ ഞാൻ മാനിക്കുന്ന ദിവസം വിദൂരമല്ല കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. മരിച്ചു മൺമറഞ്ഞ ആമേ റേനാട് ബോങ്ക നിൽക്കുന്ന സ്റ്റേജിൽ ആമേ തലമുറകൾ ആ കാലഘട്ടങ്ങളിൽ നിന്നതുപോലെ തലമുറകളെ ഞാൻ മാനിക്കും. തലമുറകളിൽ ഒന്നിനെപ്പോലും ദുഷ്ടനെ വിട്ടുകൊടുക്കാതെ ഞാൻ മാനിക്കുന്ന ദിനങ്ങൾ ആസന്നമായിട്ടുണ്ടെന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിൽ ആലോചന കൈമാറുകയാണ്. ഉടവന രഗത ശമനപരഗതുനി അന്തനാരികൽക്കന ജൂഡമനാരകൽപ്രൗഢപരക്ഷം. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. ആരോടൊക്കെ തമ്പുരാൻ വിളിച്ചു പറയുന്നു, ഇന്നലകളിൽ നീ അനുഭവിച്ച വേദനകൾ, നീ അനുഭവിച്ച കണ്ണുനീരുകൾ, നീ അനുഭവിച്ച ചില പങ്കപ്പാടുകൾ ഇന്ന് രാത്രി മനഃപൂർവ്വമായി അതൊന്നും മറന്നേ. ആമേ സ്തോത്രം, ഹല്ലേലൂയ. അതിൽ കൂടെ നിനക്ക് വന്ന ചില രോഗങ്ങൾ, ചില വേദനകൾ, അതിൽ കൂടെ നിനക്ക് വന്ന ഹാർട്ട് കംപ്ലൈന്റുകൾ ഇന്ന് രാത്രി ദൈവം തുടച്ചു മാറ്റാൻ പോകുക. ഏതൊക്കെ കുടുംബത്തോട് ദൈവാത്മാ വിളിച്ചു പറയുന്നു, ആമേൻ, അത് രോഗമല്ല, അത് നീ അനുഭവിച്ച ചില വേദനകളാണ്. അത് രോഗമായി മൂർത്തിന്യ അവസ്ഥയിൽ വന്നത് ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ. ചില കുടുംബങ്ങളിൽ സ്നാനം നടക്കാൻ പോകുക. ആമേ, ചില കുടുംബങ്ങളിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുക. ചില സ്നാനങ്ങൾ നിന്റെ കൂടപ്പിറപ്പുകളെ സ്നാനപ്പെടുത്താൻ പോകുക. നിന്റെ പിതാവിനെ സ്നാനപ്പെടുത്താൻ പോകുക. എന്തിനേറെ നിന്റെ ഭർത്താവിനെ സ്നാനപ്പെടുത്താൻ പോകുക. ഈ രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി നീ പറ, എന്റെ കർത്താവ് കുടുംബത്തിൽ ഒരു സ്നാനാർത്ഥിയെ പോലെ ഇറങ്ങാൻ പോകുക. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആമേൽ എന്റെ കർത്താവിന്റെ സാന്നിധ്യം ചില കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രി എന്ന് സ്വർഗത്തിലെ ദൈവം അത് ശക്തമായി വിളിച്ചു പറയുന്നു. ദൈവകുഞ്ഞേ, നിന്റെ പ്രാർത്ഥന ചെറുതല്ല കേട്ടോ, നിന്നിൽ പകർന്ന അഭിഷേകം ചെറുതല്ല കേട്ടോ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 73 അതിന്റെ 23, സങ്കീർത്തനം 73 അതിന്റെ 23. ആമേൻ. എന്താ അവിടെ വായിച്ചത്? സങ്കീർത്തനം 73ന്റെ 23. ഹല്ലേലൂയ. അവിടെ ഒരു ദൂത് ഒന്ന് വായിച്ചേ. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഒന്നുകൂടെ ആ വായിച്ച ദൈവദാസ് ഒന്നുകൂടെ വായിച്ചേ. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. മതി. എന്നിട്ടും എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ ഞാൻ അനുഭവിച്ച വേദനകൾ ഇതെല്ലാം കേട്ടിട്ടും ഞാൻ നിന്റെ മുമ്പ് ഇരിക്കുക. സ്തോത്രം, സ്തോത്രം. എനിക്കിപ്പോൾ ഇതിനകത്ത് അറിയാമെന്നുള്ളതിൽ സഹോദരന്മാരിൽ അറിയാമെന്നുള്ളത് എനിക്ക് റോബിൻ അഭിഷത്തിനെയും നമ്മുടെ സ്തോത്രം പ്രിൻസ് ബ്രദറിനെയുമാണ്. വേറെ ആരും എനിക്കറിയത്തില്ല സഹോദരന്മാരിൽ. ഞാൻ ചോദിക്കട്ടെ, പ്രിൻസ് ബ്രദറിന്റെ വീട്ടിലൊരു പട്ടിയുണ്ട്, നല്ലൊരു പട്ടി, നല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കാട്ടുകഴുതയെ പോലെയുള്ള വലിയൊരു പട്ടിയുണ്ട്. അതൊരു തെറ്റ് കാണിച്ചു. ആമേൻ, സ്തോത്രം. അത് പ്രിൻസ് ബ്രദറിന്റെ ഹൃദയത്തിൽ തെറ്റെന്ന് തോന്നി താറുമാറ അടിച്ചതിന്റെ വായിക്കൂടെ മൂയിക്കൂടെ ബ്ലഡും വന്നു. ആമേൻ. ചാവട്ടെ എന്ന് പറഞ്ഞ ഒരു സൈഡിലെടുത്തൊക്കെ തിട്ടു. ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് എണീറ്റ് വന്ന് പ്രിൻസ് ബ്രദർ എങ്ങനെയാണോ മുമ്പ് സ്നേഹിച്ചുകൊണ്ടിരുന്നത് അതുപോലെ സ്നേഹിച്ചു.
പ്രിൻസിപ്പൽ എന്ത് ചെയ്യുന്നറിയാമോ? അതിനെ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത് അതിൻ്റെ മുറിവിലൊക്കെ ബ്ലഡ് എല്ലാം തുടച്ചു മാറ്റി അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ദൂത് മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ടും ഞാൻ നിന്റെ അടുത്ത് തന്നെ ഇരിക്കുക. എന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ നിന്റെ അടുത്തൊന്നും സ്തോത്രം, ഇത്രയൊക്കെ എന്നെ ചെയ്തിട്ടും ഞാൻ മാറില്ല. സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിനകത്ത് പ്രൈസ് ദി ലോർഡ്, ദാവീദിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളില് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. 24 പറയുന്നത്, നിന്റെ ആലോചനയാൽ നീ എന്നെ എന്ത് ചെയ്യും? നടത്തും. ഉറപ്പായിട്ട് ഇതിനകത്ത് ആലോചനയിൽ മാത്രം നടക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്നിലധികം പ്രാവശ്യം മരിക്കാനിരിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. ഒന്നിലധികം പ്രാവശ്യം മരിക്കാതിരിക്കുന്നവർ കൈവെക്കാൻ പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ഭൂരിഭാഗം കൈവെക്കും. സ്തോത്രം. പേര് പറഞ്ഞ് ദൂത് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇതിനകത്തിരിപ്പുണ്ട് മരിക്കാൻ ആഗ്രഹിച്ചവര്. എന്നിട്ടും എൻ്റെ ദൈവമേ, ഞാൻ നിന്റെ മുമ്പിൽ ഇരിക്കുക. സ്തോത്രം. 8ാമത്തെ രാത്രി തമ്പുരാൻ പറയുന്നു, എന്നിട്ടും ഇത്രയും നീ അനുഭവിച്ചിട്ടും, ഇത്രയും നീ വേദനിച്ചിട്ടും, ഇത്രയും നീ വിഷമിച്ചിട്ടും, ഇത്രയും നീ സങ്കടത്തോടെ മുൻപിലോട്ട് വന്നിട്ടും ശബനപരകതുനി, ഒരിക്കലും ഞാൻ പിന്മാറിപ്പോകത്തില്ല, ഒരിക്കലും ഞാൻ മാറിപ്പോകത്തില്ല. കാരണം എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. എല്ലാവരെയും പേര് പറയാൻ താല്പര്യത്തോടെ ഞാൻ നിൽക്കുക. പക്ഷെ ഇന്ന് രാത്രി എനിക്കൊന്ന് പറയാനുള്ളത്, എന്നിട്ടും എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, എന്നിട്ടും അവർ ഇപ്പോൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല പാസ്റ്റേ. അവർ കൊണ്ടുവരുന്ന ഒരു കപ്പലണ്ടി മുട്ടായി തിന്നാൻ ഞാൻ കൊതിക്കുന്നു പാസ്റ്റേ. എന്നിട്ടും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവദാസനെ. എന്നെ മർദ്ദിച്ചിട്ടും എൻ്റെ ഭർത്താവിന് ഞാൻ ആഹാരം വച്ചു വിളമ്പുന്നു പാസ്റ്റേ. എന്നെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ അടിമയെ പോലെ ജീവിക്കുന്നു പാസ്റ്റേ. ഞാൻ പൊള്ളലേറ്റ് മരിക്കാൻ വേണ്ടി പരിശ്രമിച്ച, എന്നിട്ടും ഞാൻ എൻ്റെ ഭർത്താവിനെ ചേർത്ത് പിടിക്കുന്നു. ശമനപരകതുനി വൈഡകരാജകൽക്കനാദി. ഇതിനകത്ത് ദൈവാത്മാവിന്റെ നിയോഗം. ആമേ റോബിൻ പാസ്റ്റർ പ്രാർത്ഥിച്ചോ, ഇതിനകത്ത് ആമേ സ്തോത്രം, ഒരു വലിയ മരണദൂതൻ മാറുകയാ. ഈ ദിവസങ്ങളിൽ ചില മരണദൂതൻ ചില കുടുംബത്തിൽ നിന്ന് മാറാൻ പോകുകയാ. പരിശുദ്ധാത്മാ പറയുന്നു, ഈ 21 days കഴിയും മുമ്പേ ചില മരണത്തിന്റെ ശവക്കുഴികളെ മൂടി ചില പെട്ടിക്ക് ശത്രു വാദിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ദൈവാത്മ പറയുന്നു, ചില ശവപ്പെട്ടി കടയുടെ മുൻപിൽ നിന്ന് ആമേ ചില മന്ത്രവാദങ്ങൾ ചെയ്ത് ഈ പെട്ടി ഇവിടെ അടിച്ചു വച്ചിട്ട് ചില മാസങ്ങളായി ഇത് ഉളുപ്പൻ തുറക്കാതിരിക്കാൻ അദ്ദേഹം പിന്നെ പോളിഷ് അടിച്ച് വച്ചിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, ഈ പെട്ടിക്കകത്ത് കിടത്തേണ്ടവനെ കൊണ്ടുവരണമേ. നിന്റെ വീട്ടിൽ വന്ന് വാദിക്കുക. ഞാൻ കേൾക്കുന്ന സ്വരം ചിലരെ വാദിച്ചു കൊണ്ട് നിൽക്കുക. ഇതിനെ ഈ പെട്ടിക്കകത്ത് കിടത്തുമെന്ന് വാദിക്കുന്ന ഒരു ചില പ്രതിവാദ ശബ്ദം ഞാൻ കേൾക്കുന്നു. എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ടെന്ന് പറയുന്ന അധികാരത്തിന്റെ ശബ്ദം നിന്നെ സന്തോഷത്തെ എടുത്തു മാറ്റിക്കളയുന്ന, നിന്റെ കണ്ണുനീർ തുള്ളിയെ ആമേ സ്തോത്രം കണ്ടിട്ടും കൊതി തീരില്ല എന്ന് പറഞ്ഞ് അലറുന്ന ചില ആമേ ആഴിയെ നോക്കി സ്വർഗം പറയുന്നു, നിന്റെ ആമേ സ്തോത്രം ശബ്ദം ഇവിടെ നിലയ്ക്കാൻ പോകുന്നു. നിന്റെ ആമേൽ ഊങ്കാരത്തിന്റെ ശബ്ദം ഇവിടെ നിലയ്ക്കാൻ പോകുന്നു. ഞാൻ ഇന്ന് പകൽക്കാലം പറയുന്നു, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രിൻസ് പറഞ്ഞ അത് ആകുമ്പോൾ കുറച്ചുകൂടെ നന്നായി. ഇപ്പോൾ പുള്ളിക്കാരൻ ഇരിക്കുക. പ്രിൻസ് പറഞ്ഞ കല്യാണമെല്ലാം കഴിഞ്ഞ്, സ്തോത്രം, കഴിഞ്ഞോ എനിക്കറിയില്ല. സ്തോത്രം, കഴിഞ്ഞോ ബ്രദറെ കല്യാണം? കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കല്യാണമെല്ലാം കഴിഞ്ഞ് പുതുമോടിയിൽ റോഡ് ക്രോസ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓടി, അതുവരെ നമ്മൾ ഓടി അപ്പുറത്ത് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ചുറ്റി കൈക്കിങ്ങി പിടിച്ച് വാ അപ്പുറത്തോട്ട് പോവാ എന്ന് പറഞ്ഞ് അപ്പുറത്ത് കൊണ്ടുപോകുന്നത് 2-3 മാസം ഇങ്ങനെ കൊണ്ടുപോകും. അത് കഴിയുമ്പോൾ ആമേൻ സ്തോത്രം, നീ വേണമെങ്കിൽ വാ, ഞാൻ ആദ്യം ബസ്സിൽ കയറാൻ പോവുക.
അങ്ങനെ അല്ല, പക്ഷേ അങ്ങനെയല്ല. ആമേൻ 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 ബ്രദറെ, അത് അങ്ങനെ നിങ്ങളെ കൊണ്ടേ പറയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. വേറെ ആരും എനിക്കിത് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നീ വേണമെങ്കിൽ വാ. ഇന്നലെ വരെ ഒരു അന്തയെ കൊണ്ടുപോകും പോലെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി. ഇപ്പോൾ ഒരു കൊച്ചക്കായപ്പോൾ പറയുകയാണ്, നീ മേരേക്ക് അവിടെ ഇരുന്നോ, ഇനി നീ എൻ്റെ കൂടെ ഒന്നും വരണ്ട, അവിടെ ഇരുന്നോ. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. ഒതുക്കിയിരുത്തുന്ന ചിലതിനകത്തിരിപ്പുണ്ട്. ഒതുക്കി ഇതിനകത്തിരിക്കുന്ന ചിലതിനെ ഇന്ന് ഭാര്യയെ കൊണ്ട് കിടക്കാൻ ഇത്തിരി പാടാ അല്ലേ? വൃത്തിയൊക്കെ മാറിയല്ലോ, 1-2 മക്കളൊക്കെ ആയി, 2, 3, 4 മക്കളൊക്കെ ആയില്ലേ. ഇനി എന്നും കൊണ്ടുപോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, നീ വീട്ടിൽ ഇരുന്നാൽ മതി. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. നിന്റെ മേലിരിക്കുന്ന അഭിഷേകം ഇന്ന് രാത്രി സന്തോഷത്തെ കെടുത്തുന്ന എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, എൻ്റെ ഭർത്താവ് എന്നെ അന്നത്തെ പോലും ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, ആമേ നീ കരയണ്ട കേട്ടോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ ഒരാളുണ്ട്. ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ. പിന്നെ ഒരു കാര്യമുണ്ട്, എത്ര ചേർത്ത് പിടിച്ച് ചിലത് നിൽക്കത്തില്ല, ചാടിപ്പോവും, തവള ചാടും പോലെ. അതങ്ങ് വിട്ടേക്ക്, അത് പോട്ടെ. എത്ര അതിനൊക്കെ വേണ്ട നല്ല സൈക്കിൾ കമ്പി പഴിപ്പിച്ച് അങ്ങ് കയറ്റണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജസ്ഥാനികൾ കയറ്റും പോലെ നല്ല കമ്പി പഴിപ്പിച്ച് അങ്ങ് കയറ്റി. ഏതോ ഞരമ്പൊന്ന് തെറ്റിയിരിക്കുക, ആ ഞരമ്പിനെ അങ്ങ് കൂത്തി അങ്ങ് പിടിപ്പിക്കണം. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. ആമേൻ. അപ്പോഴാണ് വെളിവ് വരുന്നത്. പാകിസ്ഥാനികൾ അങ്ങനെയാ. പാകിസ്ഥാനികൾ സ്വതന്ത്രം എവിടെ ഒരു വേദനയുണ്ടോ അവിടെ കമ്പി പഴിപ്പിച്ച് അങ്ങ് കയറ്റും. ആ ഞരമ്പ് ഞാൻ കരിക്കുക. ഇന്ന് പല ഞരമ്പുകൾ കരിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഇരിക്കും. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. എന്നിട്ടൊരു വാക്കൂടെ പറയും, പാക്കായിരുന്നപ്പോൾ മടി വെച്ച് കെട്ടി. അന്ന് ഭാര്യ പാക്കായിരുന്നു. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ അവൾ വലിയ വളർന്ന് വലിയ തെങ്ങ്, വലിയ പനയൊക്കെയായത് പാസ്റ്റർ. ഇന്ത്യ അവളെ എന്ന് എത്ര വലുതായാലും നിങ്ങളുടെ ഭാര്യ അല്ലേ? സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. റോബിൻ പാസ്റ്റർ ഭാര്യ കാണുമ്പോൾ ഞാൻ പലപ്പോഴും അസൂയപ്പെടാറുണ്ട്. അവർ നിൽക്കുന്ന ഫോട്ടോയെ കാണുമ്പോഴേ എനിക്ക് ചിലപ്പോൾ ഒക്കെ രോമാഞ്ചം വരാറുണ്ട്. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ, ചിലപ്പോഴൊക്കെ ആമേൻ സ്തോത്രം, ചില ഫോട്ടോയെ കാണുമ്പോഴേ, അവർ ചിരി കാണുമ്പോഴേ, സ്തോത്രം ഇനി എടുക്കാതിരിക്കല്ലോ, ഇട്ടോ പറവട്ടോ. ആമേൻ. ഇതൊക്കെ ഒരു കിട്ടുന്ന സമയം ഇപ്പോൾ അവർ അടിച്ച് പൊളിക്കുക. സ്തോത്രം പറഞ്ഞില്ലല്ലോ. കുഞ്ഞുങ്ങളൊക്കെ നാട്ടില്ല. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ആമേൻ. എപ്പോഴും ഒരു കൊച്ചു പിള്ളേരെ പോലെയാ. എന്താണെന്നറിയാമോ അതിൻ്റെ കാര്യം എന്നറിയാമോ? ആമേൻ. സമയം നിന്റെ മുൻപിൽ കുറച്ചേ ഉള്ളൂ. സ്തോത്രം പറ. നാളത്തേക്ക് ഇവിടെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് നാളെ ഞാൻ അതിൻ്റെ പുറത്ത് കയറി ഇരിക്കുമെന്ന് പറയണ്ട. അവനെ പറയുന്ന മൂടാ, നീ നാളത്തേക്ക് വേണ്ടി എന്തിനാ നീ നിരച്ച്, നീ നാളെ അത് ചെയ്യും, ഇത് ചെയ്യും, അപ്പുറത്തത് വാങ്ങിക്കും, ഇപ്പുറത്തത് വാങ്ങിക്കും, ഞാൻ വലുത് വാങ്ങിക്കും. നോ, നടക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എന്നിട്ടും സ്വതന്ത്രം പറ എന്നിട്ടും ഇന്ന് രാത്രി പരിശുദ്ധ, എന്നിട്ടും ഞാൻ നിന്റെ പാദമെടുത്തിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും വേഗത്തിൽ ഓടുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കാമോ? ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 25-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, ആമേൻ, എപ്പോഴും കണ്ണുകൾ എന്ത് ചെയ്യണം? യഹോവയിൽ തന്നെ. നിന്റെ കണ്ണ് എവിടെ? എപ്പോഴും എവിടെ ആയിരിക്കണം? യഹോവയെങ്കിൽ തന്നെ നിന്റെ കണ്ണ് എപ്പോഴും ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ കണ്ണ് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആ കണ്ണൊന്ന് നിവരുന്നെങ്കിലേ അതിനെ ഒരിക്കലും, അവിടെ എന്താ വായിച്ചത്? എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു. എവിടേക്കാ കണ്ണ്? പറഞ്ഞേ. ഭാര്യയും ഭർത്താവും കൂടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഭാര്യ നൈസിലെ കൈ അകത്തൂടെ തുരന്ന് കയറ്റിയിട്ട് പയ്യെ ചേട്ടൻ്റെ കൈ അങ്ങ് തള്ളിക്കളയും. കാരണം അപ്പുറത്തൊരുത്ത് നിൽക്കുക. അപ്പോൾ ഈ തള്ളിക്കളഞ്ഞിട്ട് ചേട്ടൻ്റെ പേരുള്ള കണ്ണ് മാറ്റിയിട്ട് മറ്റവൻ്റെ കണ്ണ് നോക്കും. അതാണ് കാക്കയുടെ കണ്ണ്. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. ചേട്ടനെക്കാളും കുറച്ചുകൂടെ ഇൻഷർട്ടൊക്കെ ചെയ്ത് ഒരു 6 പാക്കൊക്കെ ഉള്ള ഒരാൾ അപ്പുറത്ത് നിൽക്കുകയാണ്. ആമേ സ്തോത്രം. അതുകൊണ്ട് ഈ കൈ അങ്ങ് മാറ്റിയിട്ട് അതിലോട്ട് തിരിയും. അതാ പറഞ്ഞത്. അങ്ങനെയല്ല തിരിയും. ഇവിടെ പറയും, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു. അവൻ എൻ്റെ കാലുകളെ എവിടെ നിന്ന്? ആമേൻ. വലയിൽ നിന്ന് വലയിൽ നിന്ന് വിടുവിക്കും. ആമേൻ. എവിടെ നിന്ന് വിടുവിക്കും? വലയിൽ നിന്ന്. ആമേൻ. വലയിൽ നിന്ന്. അപ്പൊ വല മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുക. ഇന്ന് പകലിൽ സന്തോഷം എടുത്തു മാറ്റിക്കളയുന്ന, ആമേൻ, സമാധാനം എടുത്തു മാറ്റിക്കളയുന്ന നോട്ടങ്ങൾ മാറട്ടെ. ശബനവരകതുനി. ദൈവത്തിലേക്ക് നോക്ക്. ഇന്ന് രാത്രിയിൽ കർത്താവിലേക്ക് നോക്ക്. അവങ്കിലേക്ക് നോക്കിയവർ ആരും എന്തിട്ടില്ല? ലജ്ജിച്ചു പോയിട്ടില്ല. ഒരു ലക്ഷ്യം അവർ ഏറ്റിട്ടില്ല. അവരുടെ മുഖം എന്ത് ചെയ്തു? പ്രകാശിച്ചു. ഇന്ന് രാത്രിയിൽ കർത്താവിലേക്ക് നോക്കി എപ്പോഴും കർത്താവിൽ എന്ത് ചെയ്യണം? നിന്റെ കണ്ണ് എപ്പോഴും ഇരിക്കുന്ന എവിടെയെന്നറിയാമോ? കർത്താവിലേക്ക് നിന്റെ കണ്ണ് ഉയരണം. ഇന്ന് രാത്രിയിൽ ആരൊക്കെയോ കണ്ണുകൾ നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ പൈതലേ, നിന്റെ കണ്ണിന്ന് രാത്രി ദൈവത്തിലേക്ക് ഉയരട്ടെ.
ശമനപരഗതുനി. നിന്നെപ്പറ്റി എന്തിന് പറഞ്ഞാലും ഞാൻ എൻ്റെ കണ്ണ് അവിടെ നിന്ന് മാറ്റില്ല, ഉറപ്പായിട്ടും. ഇനി എന്തെല്ലാം പറഞ്ഞാലും ഞാൻ മാറ്റില്ല. എൻ്റെ മുമ്പിൽ എത്ര പരാതി കൊണ്ട് നിറച്ചാലും ഞാൻ മാറ്റില്ല. എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ ഇന്ന് രാത്രി ചിലർ നോക്കി പറയുന്നു, കർത്താവിൻ്റെ ദാസനെ, നിങ്ങളെപ്പറ്റി എത്ര പരാതി പറഞ്ഞാലും നിങ്ങൾ നോക്കേണ്ടത് പരാതിയിലല്ല, പരാതി കൊണ്ടുവന്നവനോടല്ല, നിങ്ങൾ നോക്കേണ്ടത് സ്വർഗത്തിലെ ദൈവത്തോട്. ഹല്ലേലൂയ. എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്ക്, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത്, എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് എന്ത് ചെയ്യണം? ആമേൻ, സ്തോത്രം. എങ്കിലേക്ക് തിരിയണം, ആദ്യം ദൈവത്തിലേക്കൊന്ന് തിരിയണം. ഇന്ന് രാത്രി സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും കാഴ്ചകൾ, ഏതെങ്കിലും കൂത്തരങ്ങുകൾ എല്ലാം ഇന്ന് രാത്രി വൈൻഡപ്പ് ചെയ്തിട്ട് പറ, എൻ്റെ കണ്ണ് ഞാൻ ദൈവത്തിലേക്ക് നോക്കുക. 8ാമത്തെ ദിവസം ദൈവം പറയുന്നു, ഞാൻ നിന്നെ സേവിക്കുന്ന, നിന്നെ ആരാധിക്കുന്ന, നിന്നെ മഹത്വപ്പെടുത്തുന്ന ഒരു കൂട്ടത്തെ ഈ തലമുറയിൽ നിന്ന് ഞാൻ പുറത്തെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഈ രാത്രി തമ്പുരാൻ പറയുന്നു, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്ന ദൈവത്തെ അല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും ദൈവാത്മാവിന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് വരുന്ന ചില പങ്കപ്പാടുകളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. അതിനകത്ത് പ്രവർത്തിക്കുന്ന, അതിനകത്ത് ഇറങ്ങി നിൽക്കുന്ന, അതിനകത്ത് നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവ് രാത്രി വിളിച്ചു പറയുന്നു, നിന്റെ സ്തോത്രം കൂടാരത്തെ ഒന്ന് കർത്താവ് ഒന്ന് ഏൽപ്പിച്ചു കൊടു. കൂടാരത്തെ ഒന്ന് ഏൽപ്പിച്ചാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. കൂടാരത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ. കൂടാരത്തെ ഒന്ന്, ഏതാ കൂടാരം? നമ്മുടെ വീടല്ല കേട്ടോ, നമ്മളെ തന്നെ. ഈ കൂടാരത്തെ കർത്താവിനൊന്ന് കൊടുത്താൽ മതിയെന്ന് ഇതിനെ പണിയുന്നൊരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി ഈ കൂടാരത്തെ പണിത് അതിനകത്ത് നിറയ്ക്കാനുള്ളത് നിറച്ച് നിന്നെ പുറത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പോഴേ നിന്നെ കളിയാക്കിയവരൊക്കെ നോക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറയട്ടെ, യോസേപ്പിന് എത്രത്തോളം കഷ്ടത വന്നു, അത്രത്തോളം അവർ വാഴ്ത്തത്തം പ്രാപിക്കാനിടയായി. സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി എത്രത്തോളം നിന്നെ ഞെരുക്കുന്നുവോ അത്രത്തോളം നീ നന്മ പ്രാപിക്കാൻ പോകുക, അത്രത്തോളം നീ നന്മ പ്രാപിക്കാൻ പോകുക. ഏതൊക്കെ ദൈവാത്മ പറയുക, നീ നന്മ പ്രാപിക്കാൻ പോകുക. ഈ ഉപവാസം കഴിയുന്നതിന് മുൻപ് ചില കുടുംബം നന്മ പ്രാപിക്കാൻ പോകുക. ഇന്നലകളിൽ നിന്റെ തോൽവി കാണാൻ ആഗ്രഹിച്ചിരുന്നത്, നിന്റെ തലമുറ ചില നന്മ അനുഭവിക്കരുതെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നവരെ നോക്കി നിൽക്കുമ്പോൾ ദൈവം പറയുന്നു, ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ തലമുറയെ സ്തോത്രം ഞാൻ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ പറ, തലമുറ ഉറങ്ങിക്കിടക്കുമ്പോൾ എത്ര പ്രായമുള്ള തലമുറയാണെങ്കിലും നിങ്ങളുടെ മുമ്പിലെ പിതാവേ മാതാവേ അവരിപ്പോഴും കുഞ്ഞുങ്ങളാ. ഹല്ലേലൂയ. അവർ ഉറങ്ങുമ്പോൾ അവരെ തലയിൽ കൈവച്ചിട്ട് പറ, കർത്താവേ, ഇത് നീ തന്ന പ്രതിഫലമാണ്. ഹല്ലേലൂയ. ഇത് നീ തന്ന വാഴ്ത്തത്വമാണ്. ഈ തലമുറയെ തൊടാൻ ഈ ലോകത്തിലെ ശക്തി കഴിയത്തില്ല. ഇതിൻ്റെ മേലുള്ള വാഴ്ത്തത്വം കർത്താവ് ഇത് നിവർത്തിക്കണമെന്ന് പറ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, അങ്ങനെ ഇരിക്കുന്ന ചില കുടുംബത്തിന് ചില പേപ്പേഴ്സുകൾ നീങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ചില കുടുംബത്തിന് ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ചില പോരുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. ഹല്ലേലൂയ. ചില പ്രൈസ് ദി ലോർഡ്, ചില നന്മയുടെ ഉറവിടം പുറത്ത് വിടത്തില്ല എന്ന് പറഞ്ഞ് വാദിച്ചു കെട്ടുന്ന ചില മണ്ഡല ശക്തികൾ ഇന്ന് രാത്രി അഴിയട്ടെ. ഹല്ലേലൂയ. രഥം തെളിയിച്ചു വരുന്ന ശ്രീകൃഷ്ണന്റെ പോരുകൾ, രഥം തെളിയിച്ച് 6 കുതിരയെ കെട്ടി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തേരിൽ വരുന്ന ശ്രീകൃഷ്ണന്റെ പോരുകൾ ഇന്ന് രാത്രി നീ വിട്ടെങ്കിലും വിടാതെ നിന്നെ പിന്തുടരുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാ. ഏതൊക്കെ കുടുംബത്തിനകത്ത്, ഏതൊക്കെയോ രാജ്യത്ത് ഇന്ന് രാത്രി വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുക ഞാൻ ആത്മാവിൽ കാണുന്നു. നിങ്ങൾ വിട്ടിറങ്ങിയിട്ടും നിങ്ങളെ വിടാതെ പിന്തുടരുന്ന ചില പോരുകൾ ഇന്ന് രാത്രി വചനപ്രകാരം സ്തോത്രം ചെയ്യുന്നു, അഴിഞ്ഞു മാറുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുക. ഇന്ന് രാത്രി അതൊക്കെ കുടുംബത്തെ നോക്കി പറയുന്നു,
ആമേൻ, അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. റോബിൻ പാസ്റ്ററെ, ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ആമേൻ, 2025 നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് നിങ്ങൾ കാണത്തില്ല. തമ്പുരാൻ നിങ്ങൾ വേറൊരു രാജ്യത്ത് ഉറപ്പിക്കും. എഴുതി വെച്ചോ, 2025 ഒരു സുപ്രഭാതം, ഒരു വർഷം കലണ്ടർ ഉണ്ടെങ്കിൽ ആമേൻ, അതിനകത്ത് നിങ്ങൾ നോക്കുന്നതും വേറൊരു രാജ്യത്തിരുന്നായിരിക്കും. ആ രാജ്യത്തിരുന്ന് നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ പ്ലാനും പദ്ധതിയും ആമേൻ സ്തോത്രം മെനഞ്ഞിട്ട് നാളുകളായി യൂറോപ്യൻ കൺട്രീസിലേക്ക് തലമുറ അടക്കം ദൈവം ആമേൻ കൊണ്ട് സെറ്റിൽ ചെയ്യത്തക്ക തലത്തിൽ ദൈവാത്മാവ് ചില വേദികൾ ഒരുക്കാൻ പോകുന്നു. ആമേൻ, ചില ഇതുവരെ കാണാത്ത ചില ബന്ധങ്ങൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഈ രാജ്യത്ത് നിന്ന് മറു രാജ്യത്തേക്ക് ആമേൻ ലോങ് ലൈഫിലേക്ക് തമ്പുരാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചോ. ഈ ദിനങ്ങളിലെ ഉപവാസ പ്രാർത്ഥനകൾ ആമേൻ ചില കുടുംബങ്ങളെ മാറ്റിപ്പണിയിക്കുന്ന, മാറ്റി സ്ഥാപിക്കപ്പെടുന്ന നാളുകളെന്ന് ദൈവാത്മാവൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ആമേൻ ഇരിപ്പിടങ്ങളിൽ ദൈവം നിങ്ങളെ മാറ്റും. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് തരും. ആമേൻ, നോട്ടം ക്രിസ്തുവിലാകട്ടെ. ആമേൻ, സ്തോത്രം. ഇന്ന് കിട്ടിയതൊന്നും അല്ല കേട്ടോ, ഇതാ ഇനി വരാൻ പോകുന്ന ചില നന്മകൾ. ആമേൻ, ചില ആമേൻ സ്തോത്രം സ്പോൺസർ എന്ന പോലെ ചില വ്യക്തികൾ മുമ്പിൽ വരാൻ പോകുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കൂ. ചില കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷ വേള ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ചില കറുത്ത വർഗ്ഗക്കാർ ആമേൻ സ്തോത്രം, ആമേൻ, അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന, ഒരു ട്രാൻസ്ലേഷൻ ചെയ്യാൻ പോലും ഒരാൾ വേണ്ടാത്ത തലത്തിൽ ദൈവം ആത്മാവിലും ചില ഭാഷകളിലും നിറയ്ക്കത്തക്ക തലത്തിൽ ദൈവാത്മാവ് ചില മേഖലകളെ ഒരുക്കുന്നു എന്ന് ദൈവാത്മാവിനെ അറിയിക്കുന്നു. പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഉടബന രഗത ഷൈഡബരഗതുനി. പ്രാർത്ഥിക്കൂ. ദൈവം അത്ഭുതങ്ങളിലേക്ക് ചില രാത്രികളിൽ 7 രാത്രി എൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്ക്. 7 രാത്രി എൻ്റെ സന്നിധിയിൽ ആമേൻ സ്തോത്രം, രാത്രി 1 മണി മുതൽ 2 മണി വരെ ഒരു അർദ്ധരാത്രി പ്രാർത്ഥന. ആമേൻ, ഇന്ത്യൻ സമയമല്ല, അവിടുത്തെ 1 മണി ആമേൻ മുതൽ 2 മണി വരെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഈ നാളിൽ 7 രാത്രി പ്രാർത്ഥിക്കൂ. 1 രാത്രി പോലും മുടങ്ങാതെ പ്രാർത്ഥിച്ച് മുമ്പിലോട്ട് വരൂ. ദൈവം ചില അദർശ്യ മണ്ഡലങ്ങളോട് ദൈവം വിടാൻ പോകുക. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദാനിയേലിന്റെ പ്രാർത്ഥനയെ എടുത്തു കളയാൻ പാർസി പ്രഭുക്കന്മാര് യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. യഹോവയായ ദൈവം പറഞ്ഞു, ദാനിയേലേ നീ പ്രാർത്ഥിച്ചു. ദാനിയേലിന്റെ 3 ആഴ്ച വട്ടം നീ പ്രാർത്ഥിച്ചു കേട്ടോ. ഈ 21 കഴിയും മുൻപേ ഞാൻ പാർസി പ്രഭുക്കന്മാരുടെ ആധിപത്യത്തെ വെട്ടി വീഴ്ത്തും. കണ്ടോ, ദൈവങ്ങൾ തമ്മിൽ യുദ്ധം. ഇന്ന് രാത്രി യുദ്ധം ദൈവങ്ങൾ തമ്മിലാ. പാളയത്തിന് പുറത്ത് യുദ്ധം നടക്കുന്നു, അന്തരീക്ഷ മണ്ഡലത്തിൽ യുദ്ധം നടക്കുന്നു. പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ദൈവാത്മാവ് ചില മേഖലകൾ ഒരുക്കാൻ പോകുക. ഉടബനരഗത ശബനവരഗതുനി. ഈ രാത്രി നമ്മുടെ മുമ്പിൽ സമയങ്ങൾ വളരെ കുറവാണ്. പ്രാർത്ഥിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ രാത്രി ചില സഹോദരന്മാരെ ദൈവാത്മാവിൽ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്ന രാത്രി കേട്ടോ. ചില സഹോദരന്മാരെ പ്രായം വിഷയമല്ല കേട്ടോ. കാലേബിനെയും മോശയെ കർത്താവ് വിളിച്ചത് 80-ാമത്തെ വയസ്സിലാണ്. മോശയെ ഇറങ്ങടാന്ന് പറഞ്ഞു 80-ാമത്തെ വയസ്സിൽ. ആമേൻ സ്തോത്രം. നല്ല വയസ്സനായിരിക്കുമ്പോൾ, നല്ലൊരു പിതാവായിരിക്കുമ്പോൾ മോശയെ വിളിച്ചിറക്കിയതുപോലെ ഇതിനകത്തിരിക്കുന്ന ചില സഹോദരന്മാരോട് ദൈവം പറയുന്നു, ലഭിക്കുന്ന സമയത്ത് ദൈവവേലയ്ക്ക് വേണ്ടി ചുമര് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രിൻസ് ബ്രദറെ ഈ നാളുകളിൽ ഏറ്റെടുത്തോ. ആമേൻ സ്തോത്രം. ഷെയറിന്റെ അടുത്തിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഏറ്റെടുത്തോ. നിങ്ങളുടെ മേൽ ഒരു നിയോഗത്തിന് ശുശ്രൂഷ കിടപ്പുണ്ട് കേട്ടോ. നിയോഗത്തിന് ശുശ്രൂഷ പുറത്തു വരാൻ കഴിയാതെ കിടപ്പുണ്ട് കേട്ടോ. ഈ നാളുകളിൽ പ്രാർത്ഥിച്ചോ. നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കല്ല് ഉരുട്ടി മാറ്റത്തക്ക തലത്തിൽ ചിലത് ഉരുട്ടി നീക്കി നിങ്ങളെ തമ്പുരാൻ ഓപ്പണായിട്ട് പുറത്തു കൊണ്ടുവരും. അതിനായി പോരടിക്കുന്ന ചില സമൂഹത്തിന്റെ വെല്ലുവിളികളെ തമ്പുരാൻ അതിനെ എടുത്തു മാറ്റിയിട്ട് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രാജ്യങ്ങൾ തമ്മിൽ കോർത്തിണക്കുന്ന ഒരു വലിയ നിയോഗത്തിന് ശുശ്രൂഷകൾ ഈ നാളുകളിൽ കർത്തദാസന്മാരുടെ മേൽ ദൈവാത്മാവ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഈ 8-ാമത്തെ രാത്രി ദൈവം പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. സ്തോത്രം. കുവൈറ്റിൽ ചർച്ച് പണിതില്ലെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ ചർച്ച് പണിയാൻ പോകുക. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രി എവിടെയൊക്കെയോ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. അഭിഷക്തന്മാരെ പ്രാർത്ഥിച്ചു കയറിക്കോ. ഇന്ന് രാത്രി എവിടെയൊക്കെയോ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ആത്മാവ് അങ്ങനെ പറയുന്നു, എത്ര രഥം നിന്നെ പിന്തുടർന്നാലും, എത്ര ഇനി ദുർഗാ ക്ഷേത്രത്തിലെ പോരുകൾ നിന്നെ വിടില്ല എന്ന് പറഞ്ഞ് ദൈവവൈതലെ നിന്നെ പിന്തുടർന്നാലും പരിശുദ്ധാത്മ പറയുന്നു, ക്ഷേത്രങ്ങളുടെ അടിസ്ഥാനങ്ങളെ തകർക്കുന്ന ഒരു ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് രാത്രി എവിടെയൊക്കെയോ മുഴങ്ങുന്നുണ്ട്.
ശവലപരകതുരി അതുരകരകതനാകര. പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവസ്ഥലം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കട്ടെ. എപ്പോഴും ദൈവസ്ഥലം സന്തോഷിക്കും.